ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളും കുൽസിതങ്ങളും തീരുന്നില്ല. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, നമുക്ക് ഒരു സമയം തന്നിരുന്നു. അതായത് ഇന്ന് ജൂലൈ 7, ജൂലൈ 9 വ്യാപാര കരാറിൽ ഒപ്പിട്ടോളണം എന്നുള്ള ഒരു തിട്ടൂരം തന്നിരുന്നു. പോയി പണി നോക്കാൻ ഇന്ത്യ പറഞ്ഞു. ഇങ്ങോട്ട് താരിഫ് അടിച്ചാൽ അങ്ങോട്ട് പ്രതികാര താരിഫ് അടിക്കുമെന്ന് ഇന്ത്യ സൂചിപ്പിച്ചു. അതിനുശേഷം ഒരു മിനി ട്രേഡിൽ ഒപ്പിടാം എന്ന ഒരു നിലയിലേക്ക് അമേരിക്ക ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതായത് ഒരു കരട്, ബിജുചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് ഒരു കരടിൽ ഒപ്പിടുമെന്ന് പറഞ്ഞിരുന്നു. അത് എത്തി. അതിനകത്ത് പല കാര്യങ്ങളും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞ പല കാര്യങ്ങളൊന്നും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഒരു തിട്ടൂരം വന്നിരിക്കുകയാണ്. ഈ ബ്രിക്സ് രാജ്യങ്ങളുമായി സഹകരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും 10% താരിഫ് ഞാൻ അടിക്കും. ഇതിനും മാത്രം താരിഫ് ഇങ്ങേർക്ക് എവിടെ നിന്നിരിക്കുന്നതാണ് നാട്ടുകാർ മൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും താരിഫ്, നിനക്ക് 5%, നിനക്ക് 5%. ഇയാളെ കാണുമ്പോ കണ്ണ് ഉരുട്ടി കളഞ്ഞു, ഇയാളെ കാണുമ്പോ തുപ്പിക്കളഞ്ഞു, ഇയാളെ കാണുമ്പോ മുഖം ഇങ്ങനെ ഹുമ്പെന്ന് പറഞ്ഞ് തിരിച്ചു കളഞ്ഞു, എങ്കിൽ ഇരിക്കട്ടെ അവനൊരു 10% താരിഫ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും താരിഫ് അടിച്ചു കൊടുക്കുകയാണ്. ആക്ച്വലി ബ്രിക്സ് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഒന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം. ചോദ്യം അതൊന്നുമല്ല. 10% താരിഫ് അടിക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല. കാരണം ഒരു രാജ്യം അത് ഏഷ്യാനും പോകുന്നില്ല. ഇയാളൊരു കോമഡി പീസായി മാറി കഴിഞ്ഞു. ഇപ്പൊ അവിടെ എലോൺ മസ്കുമായിട്ട് കടന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. എലോൺ മസ്ക് പുതിയ പാർട്ടി രൂപീകരിച്ചല്ലോ. അപ്പൊ എലോൺ മസ്ക് ആണ് അയാളുടെ ഏറ്റവും വലിയ ശത്രു എന്ന രീതിയിൽ മാറിക്കഴിഞ്ഞു. ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലെ വരികൾ ഓർമ്മ വരുന്നു. അതായത് മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ, 2 നാൾ കൊണ്ട് ഒരുത്തനെ, ആ വരി ഉണ്ടല്ലോ, അതെനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അത് ഡൊണാൾഡ് ട്രംപ് എലോൺ മസ്കും ഭയങ്കര ക്ലോസ് ആയിരുന്നല്ലോ. ഇപ്പൊ ലോകം കീഴടക്കി കളയുമെന്ന് പറഞ്ഞ് UK ഒക്കെ മറ്റേ റിസർവ് ബാങ്ക് ഗാങ്സിന്റെ പേരിൽ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു. ഇപ്പൊ രണ്ടുപേരും അടിച്ചു പിന്നെ രണ്ട് സൈഡിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്റെ ചോദ്യം, എന്താണ് ഈ ബ്രിക്സ് രാജ്യങ്ങളെ ഡൊണാൾഡ് ട്രംപ് ഇത്രയ്ക്ക് ഭയപ്പെടാനുള്ള ഒരു കാര്യം? നമ്മൾ നേരത്തെ ചർച്ചയിൽ ബിജുചേട്ടൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ബ്രിക്സിന്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ ബ്രിക്സ് രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുടിൻ വരെ വന്ന് ഈ രാജ്യങ്ങളുമായിട്ട് ഡിജിറ്റലി വന്ന് സംവദിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് വളരെ ഗംഭീരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. പ്രത്യേകിച്ച് പല രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്ന് നാറ്റോയ്ക്കൊരു ബദലായി ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിൽ നരേന്ദ്രമോദി പല രാജ്യങ്ങളിലും പോയി പറയുന്നു, ഈ ഗ്ലോബൽ സൗത്തിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മോദി പല രാജ്യങ്ങളും പറയുന്നു. ഈ ബ്രിക്സിന്റെ ഒരു തലവനായിട്ട് ഇന്ത്യ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉടലെടുക്കുന്നു. ചൈനയ്ക്ക് ബ്രിക്സിനകത്ത് വലിയ വിലയൊന്നും കിട്ടുന്നില്ല. ഇന്ത്യക്കാണ് ബ്രിക്സിനകത്ത് വലിയ വില കിട്ടുന്നത്. ചൈന പങ്കെടുത്തിട്ടില്ല. കാരണം ബ്രസീലിൽ നരേന്ദ്രമോദി വന്നപ്പോൾ ബ്രസീൽ ചൈനയുടെ ഉറ്റ സുഹൃത്തായിരുന്നല്ലോ. അപ്പൊ നരേന്ദ്രമോദിക്ക് സ്പെഷ്യൽ അത്താഴ വിരുന്ന് ഒരുക്കാൻ പോവുകയായിരുന്നു ബ്രസീൽ. അപ്പൊ ഷീ ജിൻപിങ്ങിന് അത് ഫീലായി. ഷീ ജിൻപിങ് പറഞ്ഞു, ഞാൻ ഇതുവരെ വന്നിട്ട് എനിക്കൊരു പൂവമ്പഴം പോലും തന്നിട്ടില്ല. അപ്പൊ ഇവനാണ് നരേന്ദ്രമോദിക്ക് സ്പെഷ്യൽ അത്താഴ വിരുന്ന് ഒരുക്കാൻ പോകുന്നത്. ആമസോൺ മഴക്കാടിലെ സ്പെഷ്യൽ കൂണൊക്കെ കൊണ്ട് വിരുന്ന് ഒരുക്കാൻ പോകുന്ന പറഞ്ഞ് ചൈന പിണങ്ങിപ്പോയി. അത് വേറെ കാര്യം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് അതിനകത്ത് വലിയ ആധിപത്യം ലഭിക്കുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ഒരു ബ്രിക്സിന്റെ ഒരു കറൻസി ഇറക്കിയത് അറിയാലോ ബിജുചേട്ടന്, അത് നമ്മൾ വളരെ ഗംഭീരമായിട്ട് ചർച്ച ചെയ്തത്. അത് ഡോളറിന് വലിയ ഭീഷണി ഉണ്ടാവുമെന്ന് പറയുന്നു. അതായത് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു ലോകമഹായുദ്ധം, 1-ാം ലോകമഹായുദ്ധം വന്നു, 2-ാം ലോകമഹായുദ്ധം വന്നു. ഈ ഒരു ലോകമഹായുദ്ധം വന്നപ്പോഴാണ് ഈ ലോകക്രമം ഒന്ന് മാറി അമേരിക്ക ലോകശക്തിയായത്, അല്ലെ? അതായത് അമേരിക്ക 2-ാം ലോക മഹായുദ്ധത്തിൽ ആയുധ കച്ചവടം നടത്തിയിട്ടാണ് അമേരിക്ക ഇന്ന് കാണുന്ന അമേരിക്കയായി മാറിയത്. ആ അമേരിക്ക ഇപ്പോഴും ആ പൊസിഷൻ സസ്റ്റൈനബിൾ ആയിട്ട് ലോക പോലീസ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ഇരുന്ന് പോകുന്നുണ്ട്. അമേരിക്കയെ ഭയമുള്ള രാജ്യങ്ങളുണ്ട്. ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭയമുള്ള രാജ്യങ്ങളുണ്ട്, നമ്മൾ അതിൽ ഭയപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ അമേരിക്കയെ കവച്ചു വെച്ചുകൊണ്ട് അമേരിക്കയെ ലോക പോലീസ് സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കി പുതിയ ഒരു ലോക നേതാവിന് ഉയർന്നു വരണമെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു ലോകക്രമം വരണമെങ്കിൽ ഒരു 3-ാം ലോക മഹായുദ്ധം വരണം, അല്ലെങ്കിൽ അമേരിക്കയുമായി യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള ഒരു രാജ്യം ഈ ലോകത്ത് ഉയർന്നു വരണം. എന്നാൽ അങ്ങനെ യാതൊരുവിധ സംഭവങ്ങളും നടക്കാതെ വളരെ സമാധാനപരമായി 2014 നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അധികാരത്തിലേറിയ ശേഷം അമേരിക്കയിൽ നിന്ന് ലോക രാജ്യങ്ങളെ പതുക്കെ അടർത്തി മാറ്റിക്കൊണ്ട്, അമേരിക്കയല്ല ലോക പോലീസ്, ഇവിടെ ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഏഷ്യക്ക്, അത് പ്രത്യേകിച്ച് ചൈനയ്ക്ക് കൂടെ ഗുണമുള്ള ഒരു കാര്യമാണ്, ചൈനയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യക്കും ഒരു സ്റ്റാൻഡ് കൊടുത്ത് വളരെ ഗംഭീരമായിട്ട് അമേരിക്കയുടെ താരിഫ് ഒന്നും ബാധിക്കാതെ അമേരിക്കയെ തിരിച്ച് വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള, ഒരു യുദ്ധവുമില്ലാതെ അമേരിക്കയെ ത്രട്ടൺ ചെയ്യാൻ കെൽപ്പുള്ള ഒരു ശക്തിയായി ഈ നരേന്ദ്രമോദി എന്നൊരു മനുഷ്യൻ ലോകക്രമത്തെ മാറ്റിക്കൊണ്ട് വരികയാണ്. ഒരു ലോകമഹായുദ്ധവും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അത് വലിയ സംഭവമാണ്. അപ്പോ ആ ഒരു സംഭവത്തെ ട്രംപ് ഭയപ്പെടുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ശ്രീ നിതിൻ ഗഡ്കരി ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം,
മൂന്നാം ലോക മഹായുദ്ധം ഏതു നിമിഷവും സംഭവിക്കാം. കാരണം റഷ്യ ഉക്രൈൻ വാറ്, ഇസ്രായേൽ ഇറാൻ വാറ്, അങ്ങനെ പലയിടത്തും സംഘർഷം നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ പെട്ടെന്നൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയേക്കാം. ഇവിടെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ലോകത്ത് എല്ലായിടത്തും ധൃതി പിടിച്ച് തിരക്കിട്ട ചില കൂടിയാലോചനകളും ചില കൂട്ടുചേരലുകളും ചില നീക്കങ്ങളും നടന്നിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ചരിത്രവും ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടമല്ല, നമ്മൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും ആ ചരിത്രവും ഇപ്പോഴത്തെ കാലഘട്ടം കൂടി പരിശോധിക്കുമ്പോൾ ഇപ്പോഴും സമാനമായ രീതിയിൽ തന്നെ ലോകത്ത് ചടുലമായ ചില നീക്കങ്ങളും ചില ചേരികളും ചില ആയുധങ്ങളുടെ വികസനവും ചില ആയുധങ്ങളുടെ വിപണനവും കൈമാറ്റവും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം ഒരു അന്തർദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് എല്ലാ രാജ്യങ്ങളും ആണവായുധം ഡെവലപ്പ് ചെയ്യുകയാണ്, കൂടുതൽ ആണവായുധം സംഭരിക്കാനുള്ള തിരക്കിലാണ് എന്നാണ്. അതായത് വളരെ തിരക്ക് പിടിച്ച് എല്ലാവരും എന്തൊക്കെയോ നമ്മൾ പറയില്ലേ, എവിടെയോ ഒരു അടി പൊട്ടുന്നു അതിനു മുമ്പ് എല്ലാവരും ഒന്ന് തയ്യാറെടുക്കുന്നു എന്നൊരു പ്രതീതി ഇപ്പോഴുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ശ്രീ നിതിൻ ഗഡ്കരി അങ്ങനെ പറഞ്ഞ തരത്തിൽ അദ്ദേഹം വളരെ പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, നല്ല വായനാശീലമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം അങ്ങനെ പറയുകയുണ്ടായി. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഈ RIC എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ടായിരുന്നു, റഷ്യ, ഇന്ത്യ, ചൈന. ആ സഖ്യം കൂടാതെ ഇന്ത്യക്ക് മറ്റൊരു സഖ്യമുണ്ടായിരുന്നു, നമ്മളും ബ്രസീലും ദക്ഷിണാഫ്രിക്കയും ചേർന്നിട്ടുള്ള ഒരു സഖ്യം. ഇപ്പൊ ഈ രണ്ട് സഖ്യങ്ങളിൽ നിന്നാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. അങ്ങനെ ഇതിന്റെ ചുക്കാൻ പിടിച്ചത് റഷ്യയുടെ വിദേശകാര്യമന്ത്രി അന്നത്തെ 2009 ബ്രിക്സിന്റെ ആദ്യ ഉച്ചകോടി നടക്കുന്നത്. അന്ന് അവർ തീരുമാനിച്ചു നമുക്ക് ഇത് എല്ലാ വർഷവും കൂടണം എന്നുള്ളത് തീരുമാനിച്ചു. 2009 ആയപ്പോഴേക്ക് അതിന് ഫോം 2006 മുതൽ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിന് തുടക്കം കുറിച്ചത് RIC ആണ്. RIC എന്ന് പറഞ്ഞാൽ റഷ്യ, ഇന്ത്യ, ചൈന സഖ്യമാണ്. ആ സഖ്യമാണ്. അതിനിടയിൽ ഇന്ത്യക്ക് ഒരു ചെറിയ സഖ്യം ഉണ്ടായിരുന്നു, അത് ഈ ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, ഇന്ത്യ സഖ്യം. അപ്പൊ അതെല്ലാം കൂടി യോജിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഈ ബ്രിക്സിലേക്ക് 2009 എത്തുന്നത്. അപ്പൊ അത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അതൊരു ചെറിയ സഖ്യം എന്ന രീതിയിലായിരുന്നു എല്ലാവരും അതിനെ കണ്ടിരുന്നത്. കാരണം ചൈന, റഷ്യ, ഇന്ത്യ, ബ്രസീൽ, 4 രാജ്യങ്ങൾ. 4 രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ അപ്രതീക്ഷിതമായി 2010 ആയപ്പോഴേക്കും അതിനകത്ത് അംഗങ്ങൾ കൂടി, ദക്ഷിണാഫ്രിക്ക എത്തുന്നു, മറ്റു പലരും എത്തുന്നു. അങ്ങനെ ഇത് ശക്തമായ നിലയിലേക്ക് പോയപ്പോൾ ഇതിനെ അന്നത്തെ അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിൽ പറയുന്നു ഇത് G7 ബദലാണ് എന്നാണ് അവരാദ്യം പറഞ്ഞത്. പക്ഷെ G7 ബദലല്ല, അതിനും അപ്പുറത്തേക്ക് പോയി ധനുഷ് നേരത്തെ സൂചിപ്പിച്ചാണ് ഒരു നാറ്റോയ്ക്ക് ബദൽ എന്ന രീതിയിലേക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനിടയിലാണ് 2024 കഴിഞ്ഞ വർഷം ബെർലിനിൽ വെച്ചായിരുന്നു, റഷ്യയിൽ വെച്ചായിരുന്നു ഇതിന്റെ ചില മീറ്റിങ്ങുകളും മറ്റുമൊക്കെ നടന്നു. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞ 24 അതിന് മുൻപത്തെ വർഷമാണോ ആ മീറ്റിംഗിൽ വ്ളാഡിമിർ പുടിൻ, അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് നമ്മുടെ യൂട്യൂബിലൊക്കെ, വ്ളാഡിമിർ പുടിൻ ഒരു നോട്ടിന്റെ പടം ഡിന്നർ സമയത്ത് എല്ലാവരും കാണിക്കുകയുണ്ടായി. അതായത് ഡോളറിന് ബദലായിട്ട് ബ്രിക്സ് രാജ്യങ്ങൾ ഒരു നാണയം ഇറക്കും എന്ന് പറഞ്ഞിരുന്നു. ഇറക്കുന്നല്ല, ഒരു കളി എന്താണ് തമാശ നോട്ടിൽ കളിക്കുന്ന ഒരു നോട്ട് പോലെയാണ് എങ്കിൽ പോലും ആ നോട്ടിൽ ചില കഥകളൊക്കെ ഉണ്ട്, ചില കാര്യങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ഇതിനും തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനും തയ്യാറെടുക്കുന്നു. അപ്പോഴാണ് അമേരിക്ക പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ട്രംപ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലേ, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആകപ്പാടെ പ്രശ്നമാകും മറ്റേതാകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനകത്ത് നല്ല മനോഹരമായ ഒരു നോട്ടായിരുന്നു അത് കാണിച്ചിരുന്നത്. അപ്പൊ അത് അന്ന് ഭയങ്കര ചർച്ചയായി. അദ്ദേഹം അത് ഡിന്നർ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ലോക നേതാക്കന്മാരൊക്കെ ഡിന്നർ കഴിക്കുമ്പോൾ വലിയ ചർച്ചയോ കാര്യങ്ങളൊന്നുമില്ല, വളരെ കാഷ്വലായിട്ടിരിക്കും, തമാശ പറയുകയൊക്കെ ചെയ്യുന്നു. ആ സമയത്താണ് പുടിൻ ഈ നോട്ട് അവിടെ വെക്കുന്ന, ടേബിളിൽ വെക്കുന്ന, എല്ലാവരും ആ നോട്ട് കാണുന്നതും ഒക്കെ ആയിട്ടാണ് വിഷയം വന്നത്. അപ്പം ഇത് ഒന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോൾ ബ്രിക്സ് വളർന്ന് ദക്ഷിണാഫ്രിക്ക, ഈജിപ്റ്റ്, ഇന്തോനേഷ്യ, എത്തോപ്യ, UAE, ഇപ്പൊ സൗദി കൂടെ വരുന്നു. അങ്ങനെ അത് പടർന്ന് പന്തലിച്ചു. 2009 മുതലാണെന്ന് ആലോചിക്കണം, വളരെ വേഗം. അതിനൊരു ആക്കം കുട്ടിയ ശ്രീമാൻ നരേന്ദ്രമോദി ആയിരുന്നു. അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് ഇതുപോലെയുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, ഇതിനകത്ത് ഇപ്പൊ ഇരിക്കുന്ന ബ്രസീലിയൻ ഭരണാധികാരിയാണ് ഇതിന്റെ ബ്രിക്സിന്റെ തലപ്പത്തിരിക്കുന്നത്. അത് റൊട്ടേറ്റ് ചെയ്ത് വരുന്നൊരു കാര്യമാണ്, തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഓരോ വർഷം മാറി വരുന്നൊരു കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഒരു ബീജാവം ഇല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കത്തിന്റെ ഒരു ആശയത്തിൽ വന്നത് പ്രധാനമായും റഷ്യൻ വിദേശകാര്യ മന്ത്രിയിൽ നിന്നായിരുന്നെങ്കിൽ പിന്നീട് നരേന്ദ്രമോദി വന്നതിന് ശേഷം അത് കുറച്ചുകൂടി ഒന്ന് വികസിച്ച നിലയിലേക്ക് കാര്യങ്ങൾ. ഇതിനകത്ത് കഴിഞ്ഞ 2024 ഉച്ചകോടിയിൽ തുർക്കി ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു. തുർക്കി അടുപ്പിച്ചിട്ടില്ല.
തുർക്കി ജോയിൻ ഉം. ചെയ്യാൻ. പക്ഷെ അന്ന് സൗദി വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇല്ല, പക്ഷെ പിന്നീട് സൗദി ഇപ്പൊ എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഒഫീഷ്യലായിട്ടൊന്നും വന്നില്ല. 2025 ഇന്തോനേഷ്യ ഒഫീഷ്യലായിട്ട് ഇതിനകത്ത് അംഗമായി മാറുന്നത്. അപ്പൊ ഇതിനെ നോക്കിക്കാണേണ്ടത്, അതായത് മറ്റു രാജ്യങ്ങളിൽ, മറ്റ് വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക എന്നുള്ള രാജ്യങ്ങളിൽ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോ ഈ ലോക ജനസംഖ്യയുടെ 40% ഉള്ള ഈ സഖ്യത്തെ ഭയപ്പെടുക തന്നെ വേണം, പ്രത്യേകിച്ച് അമേരിക്ക കണക്കുള്ള രാജ്യങ്ങൾ. ഇത് അമേരിക്കയുടെ മാത്രം ഭയമല്ല, യൂറോപ്യൻ യൂണിയന്റെ അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിന്റെ ഒക്കെ ഭയമാണിത്. ഈ ഭയം ട്രംപിലൂടെ പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രേക്ഷകർ ഒരുപക്ഷെ ചിന്തിക്കും, ഈ 40% പേര് അമേരിക്കയെ സായുധമായിട്ട് ആക്രമിക്കുമോ? ഇല്ല, സൈന്യവും ഇതുമായിട്ടോ യുദ്ധവും ഈ ജനസംഖ്യയായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. കാരണം സാധാരണപ്പെട്ട ജനങ്ങള് യുദ്ധം ചെയ്യാൻ പോകും, അതല്ല, അതിന്റെ അല്ല, സാമ്പത്തികമായി യുദ്ധത്തിനും അപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു പ്രഹരമാണ് സാമ്പത്തിക. ഈ അമേരിക്ക എന്തുകൊണ്ടാണ് വിവിധ രാജ്യങ്ങൾ ഭയക്കുന്നത്? അമേരിക്കയുടെ സൈനിക ബലമല്ല അവരെ ഭയപ്പെടുത്തുന്നത്. കാരണം അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായമാണ് പല രാജ്യങ്ങളെയും അമേരിക്കയുടെ സാമന്തന്മാരായി നിൽക്കാൻ ഇപ്പോഴും പ്രേരിപ്പിക്കുന്നത്. അതല്ലാതെ അമേരിക്ക നാളെ ഒന്ന് ബോംബിട്ട് തകർക്കുമെന്ന് ഭയന്നിട്ടല്ല ഒരു രാജ്യം അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്നത്. അമേരിക്കയുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫണ്ടുകൾ, മറ്റെന്തെങ്കിലും സഹായം. ഇപ്പൊ കണ്ടില്ല, സിറിയയ്ക്ക് 143 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. 143 കോടിയല്ല, $143 ദശലക്ഷം അങ്ങാണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇപ്പൊ സിറിയ പുനരുദ്ധരിക്കുന്നതിന്. ഇങ്ങനെയൊക്കെയുള്ള ഫണ്ടുകൾ കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ പേര്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയല്ല, ഒരു മുതലാളി ഉണ്ടെങ്കിൽ ആ മുതലാളിയെ ചുറ്റിപ്പറ്റി കുറെ പേര് അവിടെ ഉണ്ടാകും. അത് മുതലാളിയെ ഭയന്നിട്ടല്ല, പകരം ഭയം അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗമെന്ന് വേണം ശരിക്കും അവരെ പറയാൻ. കാരണം അവരുടെ കഞ്ഞൂടി നടന്നു പോകണം എങ്ങനെയെങ്കിലുമൊക്കെ. ഇതാണ് അതിന്റെ ഒരു റീസൺ ശരിക്കും. അപ്പൊ ഇവിടെ ഇതൊന്നും മാനിക്കാതെ, ഇതൊന്നും ഗവനിക്കാതെ, ഈ വിരട്ടലിലോ ബലപേശലിലോ ഒന്നും വീഴാതെ ഒരു സഖ്യം, അത് തുടങ്ങിയപ്പോൾ കളിയാക്കിയവരെ പോലും അതിനെ ഇപ്പം മാനിച്ചു തുടങ്ങുന്ന ഒരു സഖ്യം. ആ സഖ്യത്തിൽ ഒരു 40% ലോക ജനസംഖ്യയുടെ നിയന്ത്രിക്കുന്ന ഒരു സഖ്യം വരിക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ഇന്നലത്തെ ആ മീറ്റിംഗിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യം, നമ്മളൊരു വലിയ ശക്തിയാണ്, ഈ പറയുന്ന ഏഷ്യയിലെ ഒരു വലിയ ശക്തികൾ തന്നെയാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ എതിർപ്പുകൾ കണ്ട് ഭയന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ ഭീകരവാദമായാലും മറ്റെന്തെങ്കിലും ആയാലും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ മറ്റെന്തെങ്കിലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ട്രംപിന്റെ താരിഫ് യുദ്ധമാണ്. അതായത് ഞങ്ങൾ അവിടെ താരിഫ് കൊടുക്കും, ഇവിടെ താരിഫ് കൊടുക്കുക എന്ന് വെച്ചാൽ ഈ ഒരു സഖ്യം ഉറച്ചു നിന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ താരിഫ് ചെയ്തോളൂ, ഞങ്ങൾക്ക് ഈ പറയുന്ന അതിനകത്തൊരു വലിയ, ഇതെല്ലാം വികസ്വര രാജ്യങ്ങളുടെ ഒരു ഗണത്തിലേക്കാണ് കൂടുതലും വരുന്നത്. ഇപ്പൊ റഷ്യ ആയാലും ചൈന ആയാലും ഒക്കെ നമ്മൾ വികസിതം എന്ന് പറഞ്ഞു പോയാൽ പോലും അതൊരു വികസിതം എന്ന് നമുക്ക് പറയാൻ. കാരണം ഇവരെല്ലാവരും നമ്മുടെ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ ഇടത്തരക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. വലിയ പണക്കാരല്ല ഇവരൊക്കെ ആയിരുന്നു. ചൈനയുടെ കാര്യമല്ല, നമ്മുടെ റഷ്യയൊക്കെ വലിയ പണക്കാരായിരുന്നു, പക്ഷേ ഇവർ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇടത്തരക്കാരായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്ത് മുൻപോട്ട് പോകാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. നേരെ മറിച്ച് പാകിസ്ഥാൻ ഇല്ല. പാകിസ്ഥാൻ പിച്ചവച്ച കാലം മുതലേ ഇതുകൊണ്ട് ഒരുപാട് ഫണ്ട് മേടിച്ച് ജീവിച്ച് ഇപ്പൊ പണിക്ക് പോകാതെ എങ്ങനെ ജീവിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളെ പോലെയാണ് ഈ പാകിസ്ഥാന്റെ അവസ്ഥ പറയുന്നത്. ഇന്ത്യ അങ്ങനെയല്ല, നമ്മൾ പണിക്കും പോകുന്നുണ്ട്, നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ളവരും പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ കഴിയും. ഈ ഒരു വിഷയമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം മുടങ്ങാതെ ശ്രീ നരേന്ദ്രമോദി എല്ലാ ബ്രിക്സ് ഉച്ചകോടിയിലും പങ്കെടുക്കുന്നുണ്ട്. ഈ ചൈനയുടെ പ്രസിഡന്റ് അതിൽ പങ്കെടുക്കുന്നില്ല. അത് അദ്ദേഹവും ആദ്യമായിട്ട് 2012 മുതൽ മുടങ്ങാതെ ഈ ബ്രിക്സ് ഉച്ചകോടി പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഷീ ജിൻപിങ്. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമായിരിക്കും, അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളടക്കം ഇന്നലെ വലിയ വാർത്ത ചെയ്തിട്ട്, ഇന്നും വലിയ വാർത്തയൊക്കെ ഒരുപക്ഷെ അതായിരിക്കാം. ഇല്ലെങ്കിൽ വരേണ്ടതാണ്. ഇനി അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രതിനിധികളെ വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പുടിൻ തിരക്ക് പിടിച്ച ഒരു യുദ്ധത്തിനിടയിലും വന്ന് ഡിജിറ്റലായിട്ട് അതിൽ അറ്റൻഡ് ചെയ്തിട്ട് പോവുകയുണ്ടായി. അപ്പം അതൊരു ഉടക്കാണോ എന്നറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സാധ്യത അതിനകത്ത് ഇല്ല. ബ്രിക്സ് ഇത് തുടങ്ങിയ കാലം തൊട്ടേ തന്നെ വലിയ സമവായത്തിലാണ് അത് മുൻപോട്ട് പോകുന്നത്. അത് മാത്രവുമല്ല, ഇതിനകത്ത് തുടക്കക്കാരായിട്ടുള്ള 3 വമ്പൻ രാജ്യങ്ങൾ, അതായത് റഷ്യയും ഇന്ത്യയും ചൈനയും, RIC സഖ്യം, ആ സഖ്യം ഇതിനകത്ത് ഒരു റോൾ എടുക്കുന്നുണ്ട്. പക്ഷെ അവരൊരു കിങ് മേക്കർ റോളിലേക്കാണ് അവർ നിൽക്കുന്നത്. അതല്ലാതെ ഇതിന്റെ ഒരു തലപ്പത്തേക്ക് വന്ന് ഇത് മൊത്തം അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. അവരിതിന്റെ ഒരു വലിയേട്ടന്മാരെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സഖ്യത്തിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൾ ഈ സഖ്യം വളരുകയാണ്. കേവലം 4 രാജ്യങ്ങളിൽ തുടങ്ങിയ സഖ്യം ഇന്ന് എത്ര രാജ്യങ്ങൾ, 10-11 രാജ്യങ്ങളായി. അതൊന്നും ചെറിയ രാജ്യങ്ങളല്ല. ദക്ഷിണാഫ്രിക്ക അതിനകത്തൊരു രാജ്യമാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് 3000 കോടിക്ക് അടുത്ത് വരുന്നൊരു ജനസംഖ്യയാണ് ഇതെല്ലാം കൂടെ, എല്ലാ രാജ്യങ്ങളിൽ കൂടെ ഉള്ളത്. ഇന്ത്യ, ചൈന, റഷ്യ, ബ്രസീല്, അതുപോലെ തന്നെ ഈ പറയുന്ന ദക്ഷിണാഫ്രിക്ക, ഇന്തോനേഷ്യ, എത്യോപ്യ, അങ്ങനെ പോകുന്നു ഈ രാജ്യങ്ങളെല്ലാം. വരുമ്പോൾ അത്രയും ജനസംഖ്യ, 3000 എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ ഒരു 40%
40% ലോക ജനസംഖ്യയുടെ 40% അത് എത്തി നിൽക്കുന്നു. അപ്പോൾ ഇപ്പൊ നമ്മുടെ ഇന്ത്യയും ചൈനയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് ഒരു 300 കോടിക്ക് അടുത്ത് വരും രണ്ട് രാജ്യങ്ങളുടെ ജനസംഖ്യ. 144 മില്യൺ ആണ് റഷ്യയുടെ. അവർക്ക് ആ ഒരു അതെ. തരത്തിലേക്ക് അവർ ബ്രസീൽ ഏതാണ്ടൊക്കെ അത്രയും തന്നെയൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 300 350 കോടി ഇല്ലെങ്കിൽ 320 കോടി ജനമെങ്കിലും ടോട്ടലി വരും. 3000 അല്ല ഞാൻ ഉദ്ദേശിച്ചത്, 320 കോടി ഉം. ജനമെങ്കിലും ടോട്ടലി വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പൊ അത് ഇത്രയും ഒരു വിപണിയാണ് പോകുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. അല്ലാതെ ആയുധത്തിലോ ഇല്ലെങ്കിൽ ഈ സഖ്യം നാളെ, പക്ഷെ ഇനി രണ്ടാമത് ഇപ്പൊ നിലവിൽ ഈ സഖ്യം G7 ബദലായിട്ടാണ് നിൽക്കുന്നത്. അവരാണല്ലോ സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ സാമ്പത്തിക സഖ്യം എന്ന് പറയുന്നത്. അവർക്ക് ബദലായിട്ടാണ് ഉം. നിലവിലെ ബ്രിക്സിന്റെ പ്രസന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നാളെ ഇതൊരു പക്ഷേ സൈനിക സഖ്യമാകാം. അപ്പോഴാണ് അതിനെ നമ്മൾ നാറ്റോയുടെ ബദലെന്ന് പറയേണ്ടി വരുന്നത്. അതാണ് യൂറോപ്യൻസ് ഭയക്കുന്നതിന്റെ ഒരു കാര്യം. നിലവിൽ ഇപ്പൊ ഇത്രയും രാഷ്ട്രങ്ങളെ ഉള്ളൂ. നാളെ ഇത് നാൾക്കുനാൾ ശക്തി പ്രാപിച്ച് ഇനി നാളെ ഇതൊരു സൈനിക സഖ്യത്തിലേക്ക് നീങ്ങിയാൽ നാറ്റോയ്ക്ക് ബദലെന്ന് പറയേണ്ടി വരും. അത് ഉം. മാത്രവുമല്ല, ഉം. ഈ സഖ്യം തന്നെ ഇപ്പോൾ അമേരിക്ക കണക്കുള്ള രാജ്യങ്ങളെ വേർപിടിക്കുന്നു. കാരണം ഈ ഒരു സഖ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് കടന്നു കയറുക, അത് ആയുധം കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, അല്ലാത്ത രീതിയിൽ ഉം. കടന്നു കയറുക വലിയ പ്രയാസകരമായ ഒരു സാഹചര്യം. മുൻപ് അമേരിക്കക്ക് ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നില്ല. ഇപ്പോൾ ഈ നേരത്തെ ധനുഷ് പറഞ്ഞ കണക്ക് ട്രംപ് ഇപ്പൊ താരിഫ് ഒന്നും പറഞ്ഞിട്ട് ആരും അത് ഏക്കാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നെ ഇന്ത്യ അതെ, അതെ. ഒരു കരട് റിപ്പോർട്ടിൽ 8-ാം തീയതി നാളെ ഒപ്പ് വെക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ മാധ്യമങ്ങളൊക്കെ വന്നിരുന്നൊരു വാർത്തയുമാണ്. അതിൽ നമുക്ക് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ചില ഡിമാൻഡ്സ്, പാലുൽപ്പന്നങ്ങളൊന്നും നമ്മൾ എഗ്രി ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് വെച്ച ഡിമാൻഡ്സ് പിന്നെ അവർ ഏറെക്കുറെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ അത് പറയുന്നത് ട്രംപ് ഇനി ഈ വർഷം അവസാനം അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. ആ വേളയിൽ ബൃഹത്തായിട്ട് വരണം. പക്ഷേ നിലവിൽ ഇപ്പൊ ട്രംപിന് ഈ താരിഫിന്റെ യുദ്ധമൊക്കെ തുടങ്ങിയിട്ടും അദ്ദേഹത്തിന് ആകെ ഒരു കരാർ ഒപ്പിടാൻ കഴിഞ്ഞ 2 രാജ്യങ്ങളുമായിട്ടാണ്. അതിലൊന്ന് UK-യുമായിട്ടാണ്. UK-യുമായിട്ട് എല്ലാത്തിലും ഇല്ല, ചില കാര്യങ്ങൾ ഒരു കരാർ ഒപ്പിടാൻ പറ്റി. അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ, അതായത് അവരുടെ ഒരു സഖ്യകക്ഷി എന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു അല്പം പറയാം, ഞാൻ അവരെ കൊണ്ട് ഒപ്പിടിച്ചെന്ന് പറയാം. പിന്നെ ഉള്ള ഒരു രാജ്യം തായ്വാനാണ്. ഈ 2 രാജ്യങ്ങളെ കൊണ്ടാണ് എന്തെങ്കിലും വെക്കോ. തായ്വാൻ ഏതാണ്ടൊക്കെ അവരുടെ കരാറുമായിട്ട് സൂട്ടായി, എല്ലാം ഒപ്പിട്ടു. UK അത്ര പോലും ഇല്ല, ചില കാര്യങ്ങൾ മാത്രമേ അവർ സൈൻ ചെയ്തിട്ടുള്ളൂ. ആകെ ഇത്രയും നടന്നിട്ടുള്ളൂ. ഈ പുള്ളി ഇത്രയും കിടന്ന് ഈ ബഹളം വെച്ചിട്ട് സ്വന്തം കൂട്ടത്തിലുള്ള എല്ലായിടത്തും പോലും ഒരു കരാർ വെക്കാനായിട്ട് പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല. പുതിയ താരിഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുതിയ കരാർ ഒപ്പുവെക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അവിടെയാണോ ഇന്ത്യ കണക്ക് ഒരു രാജ്യം, പ്രത്യേകിച്ച് ഈ പറയുന്ന ബ്രെക്സിന്റെ നെടുനായകത്വം വഹിക്കുന്ന ഒരു രാജ്യം ഒപ്പിടും എന്ന് കരുതുന്നുണ്ടോ? ഇന്നലെയും കൂടെ പോയിട്ട് നരേന്ദ്രമോദി അവിടെ പറഞ്ഞതേ ഉള്ളൂ, ഇതൊന്നും ഈ വിരട്ടലും വിലപേശലൊന്നും നമ്മുടെ അടുത്ത് വേണ്ട, നമ്മൾ തന്നെയാണ് ഇവിടുത്തെ പവർ എന്ന് ഇന്നലെയും പബ്ലിക്കായിട്ട് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ഈ ട്രംപ് ഇത്രയും നാൾ കിടന്ന് ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് ആകെ 2 കരാറുകളാണ് ഒപ്പിടാൻ പറ്റിയത്. അത് നമുക്കറിയാം. ഈ തായ്വാന്റെ കേസ് നമുക്കറിയാം, അവരുടെ ഒരു സ്ഥിതിയും നമുക്കറിയാം. ഫിലിപ്പീൻസ് ആയാലും അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ ഒരു സഹായം അവർക്ക് അനിവാര്യമാണ്. പിന്നെ UK ആയിട്ട് പോലും ഒരു ഫുൾ ഫ്ലഡ്ജിലുള്ള കരാർ അവർക്ക് ഒപ്പിടാൻ പറ്റിയില്ല. ഈ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ട്രംപിന്റെ കാര്യം പറയുന്നത്. പിന്നെ ട്രംപ് ആയതുകൊണ്ട് നമ്മളത് വലിയ കാര്യമൊക്കെ എടുക്കുന്നില്ല. മറ്റേതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചിന്തിക്കേണ്ടതായ വിഷയമായിരുന്നു. പക്ഷെ ഇത് അവർ ഭയക്കുന്നുണ്ട്. കാരണം നാളെ ഇത് നാറ്റോയ്ക്ക് ബദലായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നാളെ ഇവര് ഒരു നാണയം ഇറക്കുമോ എന്നൊരു വലിയ ഭയം ഇവർക്കുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ മേധാവിത്വം എല്ലായിടത്തു നിന്നും മാഞ്ഞു പോകുന്ന കാഴ്ചയായിരിക്കും. പിന്നെ അവരൊരു സൈനിക ശക്തി മാത്രമായി അവശേഷിക്കും. കാരണം ഡോളർ ആണല്ലോ ലോകത്തെ മുഴുവൻ വിനിമയ ഉപാധിയായിട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്നത്. ഇപ്പൊ അതിന്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇന്ത്യയുടെ രൂപ ഇപ്പൊ പലരും അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പല ഗൾഫ് കൺട്രീസിലും ഇപ്പൊ നമ്മൾ എണ്ണ വ്യാപാരവും മറ്റും നടത്തുന്ന അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ വഴിയാണ്. അപ്പൊ അത് ഭാവിയിൽ ബ്രിക്സിൻ്റെതായിട്ടൊരു കോമൺ സാധനം വന്നാൽ അത് അമേരിക്ക വലിയ രീതിയിൽ ഭയക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ബ്രിക്സിനെ എന്താ സംഭവം എന്ന് വെച്ചാൽ, മുമ്പ് അമേരിക്ക സംബന്ധിച്ച് ഈസി ആയിരുന്നു, ഓരോ രാജ്യങ്ങളെ പോയി കാണുകയോ അവരെ വിരട്ടുകയോ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ അത് പോരാ. ഇപ്പൊ ഒരു സഖ്യമാണ്. സഖ്യത്തെ വിരട്ടുക അത്ര നിസ്സാരമുള്ള കാര്യമല്ല. കാരണം ഈ സഖ്യം ഉറപ്പിക്കുന്നത് നമ്മളെല്ലാം കൂടി ചേർന്നിട്ട് തീരുമാനം എടുക്കുകയാണ്. വന്നാൽ ഇപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യത്യാസമുണ്ട്. അതാണ് ഇപ്പൊ അവരെ കൂടുതൽ ചൊടിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് ഈ ബ്രിക്സിന്റെ ഉച്ചകോടിയുടെ ആ ഒരു തുടങ്ങിയപ്പോഴാണ് ട്രംപ് പറഞ്ഞത് 10% വെച്ച് ഞാൻ താരും. അതാരും മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല. ചർച്ചയിലൊന്നും അത് വന്നിട്ട് ഇതൊന്നും ചർച്ച ചെയ്യുന്നൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതിന് എവിടെ പുള്ളിക്ക് സമയം കിട്ടിയെന്നാണ് മനസ്സിലാകാത്തത്. കാരണം മസ്കുവായിട്ട് അടി നടക്കുന്നുണ്ട്, അതിനിടയ്ക്ക് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കിട്ടാണ് ഈ ഒരു ഡയലോഗ് അടിച്ചിട്ട് പോയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് കണ്ടീഷൻ.